നമസ്കാരം. വിരമിച്ച CISF ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ 30-കാരനായ അധ്യാപകനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഉത്തർപ്രദേശിലെ പിലിഭത്തിലാണ് സംഭവം. ILTS കോച്ചിംഗ് സെന്റർ നടത്തിയിരുന്ന സുഖ്ദേവ് സിംഗ് എന്ന 30-കാരനാണ് കൊല്ലപ്പെട്ടത്. മുൻ CISF ഉദ്യോഗസ്ഥനായ പുരൺ സിംഗിന്റെ വീട്ടിലാണ് സംഭവം നടന്നത്. തന്റെ മകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയതാണെന്ന് സുഖ്ദേവിന്റെ പിതാവ് ആരോപിച്ചു. മരിച്ച അധ്യാപകനും പുരൺ സിംഗിന്റെ മകളും തമ്മിലുള്ള ബന്ധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അതേസമയം സാമ്പത്തിക തർക്കമാണ് മരണകാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ശനിയാഴ്ച നാരായൺപൂർ ഗ്രാമത്തിലെ പുരൺ സിംഗിന്റെ വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തുന്നത്. പുരൺ സിംഗിന്റെ മകളുമായി സുഖ്ദേവ് പ്രണയത്തിലായിരുന്നതായി സംശയിച്ചിരുന്നതായും ഇതിന്റെ വൈരാഗ്യത്തിൽ പുരൺ സിംഗ് വിളിച്ചു വരുത്തി വെടിവെച്ച് കൊന്നതാണെന്ന് സുഖ്ദേവിന്റെ പിതാവ് ആരോപിച്ചു. എന്നാൽ സുഖ്ദേവ് പ്രകോപിതനായി റിവോൾവർ ഉപയോഗിച്ച് വെടിയുതിർത്തതാണെന്നും ഒരു വെടിയുണ്ട തന്റെ ഭാര്യയ്ക്ക് ഏൽക്കുകയും മറ്റൊന്ന് സുഖ്ദേവ് സ്വയം വെടിവെച്ചതാണെന്നുമാണ് പുരൺ സിംഗിന്റെ വാദം. പരിക്കേറ്റ പുരൺ സിംഗിന്റെ ഭാര്യ ഗുർമീത് കൗർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സുഖ്ദേവ് തങ്ങളിൽ നിന്ന് 50 ലക്ഷം രൂപ കൈപ്പറ്റിയിരുന്നതായും അത് തിരികെ ചോദിച്ചപ്പോൾ ഉണ്ടായ തർക്കത്തിനിടെ സുഖ്ദേവ് സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നുവെന്നുമാണ് പുരൺ സിംഗ് പറയുന്നത്. മരിച്ച സുഖ്ദേവ് സിംഗ് ILTS കോച്ചിംഗ് ക്ലാസുകൾ നടത്തിയിരുന്നതായും പുരൺ സിംഗിന്റെ വീട്ടിൽ സ്ഥിരം സന്ദർശകനായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. പുരൺ സിംഗിന്റെ മകളുമായി സുഖ്ദേവിന് ബന്ധമുണ്ടെന്ന് പുരൺ സംശയിച്ചിരുന്നുവെന്നും ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നതായി സുഖ്ദേവിന്റെ പിതാവ് ഹർജിന്ദർ സിംഗ് ആരോപിച്ചു. കുടുംബത്തിന്റെ പരാതിയിൽ പുരൺ സിംഗിനും ഭാര്യയ്ക്കുമെതിരെ കൊലപാതക കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്. നിലവിൽ പുരൺ സിംഗിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. സംഭവത്തിൽ ഉപയോഗിച്ച റിവോൾവർ പോലീസ് പിടിച്ചെടുത്തു. അന്വേഷണവും പുരോഗമിക്കുകയാണ്.